ഇന്ന് നമുക്ക് നല്ല മാമ്പഴക്കറിയും പയറ് മെഴുക്കുവരട്ടിയും പാവയ്ക്ക വറുത്തതും ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ല നാടൻ ഒരു വെജിറ്റേറിയൻ ഊണ് റെഡിയാക്കാം. പാവയ്ക്ക വറുക്കുന്നതിന് വേണ്ടി ഇതുപോലെ നല്ല കനം കുറച്ച് ഒന്നരിഞ്ഞെടുക്കാം. തേങ്ങയും കുറച്ച് നീളത്തിൽ കട്ടി കുറച്ചൊന്ന് മുറിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം അരയാണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക. സവോളയും അധികം കട്ടിയില്ലാതെ നീളത്തിലരിഞ്ഞെടുത്ത് പാവക്കയിലേക്ക് ചേർക്കാം. ഇനി പാവക്കയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. എല്ലാം കൂടെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാവയ്ക്ക ഇനി ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി പയർ ഇതുപോലെ കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. വറുത്തെടുത്ത പാവയ്ക്ക ഇപ്പം നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇതിനും കുപ്പിയിലാക്കി വെച്ചാൽ കുറേ ദിവസം ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ കേടാവാണ്ടിരിക്കും. പയറിലേക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞതും പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും സവോളയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുക്കുക. പയറിപ്പം വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഉലർത്തിയെടുക്കാം. ഇനി മാങ്ങ അരച്ച് ചേർത്തൊരു ചാറുകറിയാണ്. അധികം പഴുക്കാത്ത മാങ്ങ ചെറുതായി എരിഞ്ഞ് ഒപ്പം കുറച്ച് ചെറിയുള്ളിയും എരിവിന് വേണ്ട പച്ചമുളകും ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും 2 പിടി തേങ്ങയും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതിനെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. പുളിക്കനുസരിച്ച് 2-3 സ്പൂൺ തൈര് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി തീ ഓണാക്കാം. തിള വരുമ്പോൾ ഓഫ് ചെയ്ത് കുറച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കൂടി ചേർത്ത് താളിച്ച് ചേർക്കാം. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ല രുചിയുള്ളൊരു കറിയാണിത്. ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. കൂടെ കുറച്ച് പപ്പടവും കൊണ്ടാട്ടമുളകും കൂടിയുണ്ട്. ഇതെല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു പാവയ്ക്ക വറുത്തതൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. സിമ്പിളായി വേഗം തയ്യാറാക്കാവുന്ന ഈ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.